ഇന്നേക്ക് നവരാത്രി രണ്ടാമത്തെ നാൾ. ഇന്നത്തെ നൈവേദ്യം പുളിയോദര, റവ കേസരി, കാരാമണി சுண்டல். இது எப்படியாக்கும் பண்ணுறதுன்னு ഇന്നത്തെ വീഡിയോയിൽ பார்க்கலாம். കാരാമണി சுண்டல் பண்ணுறதுக்கு എണ്ണ ചൂടാക്കി അതിൽ കടുക്, കാഞ്ച മുളക്, കടുക് നന്നായി വെടിച്ച് കഴിയുമ്പം കറിവേപ്പിലയും പച്ചമുളകും അവളോട് എരിവുക്ക് വേണ്ട പച്ചമുളക് പോട്ടുകൊണ്ടു അതൊന്ന് നന്നായി വതങ്ങി കഴിയുമ്പം കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ പോട്ട് കാരാമണി, വേവിച്ച കാരാമണി പോടരുത്. കാരാമണി തലേദിവസം രാത്രി ഊറ വെച്ച് അടുത്ത ദിവസം നന്നായി വാഷ് പണിയിട്ട് അത് 5 വിസിൽ വേവിച്ചിടുങ്ങും. എന്നിട്ട് വെള്ളം ഊറ്റിയിട്ട് വേണം ഇല്ല പോട്ട് ഇളക്കറதுக்கு. ആവശ്യത്തേക്ക് ഉപ്പും കൂടെ പോട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി ചിന്ന തീയിൽ വേവിച്ചെടുക്കരുത്. അത് കഴിഞ്ഞ് അവളോട് ടേസ്റ്റിക്ക് എത്ര തേങ്ങ പോടണമോ തിരുവിന തേങ്ങ അത്രയും തേങ്ങ 1/2 കപ്പോ 1 കപ്പോ എത്ര വേണമെന്നാലും പോടலாம். തേങ്ങയും പോട്ട് തേങ്ങ ഒന്ന് ചൂടായി വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്ത് കാരാമണി ചുണ്ടൽ റെഡി. തേങ്ങയുടെ എന്താ പച്ച ചുവയൊന്ന് മാറുறதுக்காக ഒരു 1 മിനിറ്റ് ചൂടാക്കുന്നത് നന്നായി ഇളക്കി നമുക്കത് നൈവേദ്യத்துக்கு வைக்கலாம். ഇനി കേസരി எப்படி பண்ணுறது பார்க்கலாம். அதுக்கு 1 ഗ്ലാസ് റവ വെറും വാനിലയിൽ പോട്ട് നല്ല ചുമക്ക വറുത്തെടുക്കണം. നന്നായിട്ട് നിറം മാറി ഇതുപോലെ വരുമ്പോൾ അത് മാറ്റി വെച്ച് ഒന്ന് തണുക്കറത്തുക്കായിട്ട് മാറ്റി വയ്ക്കില്ല. അതേ പാനിൽ ഒരു 3 ടീസ്പൂൺ നെയ്യ് എടുത്തിരിക്കാൻ നെയ്യിൽ എത്രയാക്കുമോ അണ്ടിപ്പരിപ്പ് വേണ്ടത് അത് വറുത്ത് മാറ്റി വയ്ക്കില്ല. ഒന്ന് ചുമന്ന് വരുമ്പം അണ്ടിപ്പരിപ്പ് കോരി മാറ്റി വയ്ക്കരുത്. അതേ നെയ്യിൽ നമ്മൾ വെള്ളം വിട്ട് തിളപ്പിച്ചെടുക്കില്ല. അണ്ടിപ്പരിപ്പ് മാത്രം വറുത്ത് കോരും ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഏത് ഗ്ലാസ്സിൽ നമ്മൾ റവ അളന്തോമോ അതേ ഗ്ലാസ്സിൽ താൻ വെള്ളവും പഞ്ചസാരയും അളക്കരുത്. ഇപ്പം 1 ഗ്ലാസ് റവയ്ക്ക് 3.5 ഗ്ലാസ് തണ്ണി വിട്ട് നന്നായി തിളപ്പിച്ചെടുക്കരുത്. നന്നായി തിളച്ച് വരുമ്പം അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാക്കും വിട്ടിരിക്കേ. இந்த ரவை நல்ல ஸ்மூத்தாக இருக்கிறதுக்கும் வாயில் போட்டோன்னா நல்ல வெண்ணெய் போல் அலிஞ்சு போகிறதுக்கு ஆக்கும். அப்படி அந்த ரிஃபைன்ட் ஆயில் விட்டுருக்கிறது. இதில் வறுத்து வச்சிருக்கப்பட்ட ரவையை போட்டு നന്നായി കിളറി കട്ടയൊട്ടും തട്ടാതേക്ക് നന്നായി ഇതുപോലെ കൈവിടാതെ കിളറിണ്ടിരുന്നാൽ പോരും. അപ്പോൾ കട്ടയൊട്ടും വരാതെ അത് നന്നായി വെന്ത് നന്നായി ഉരുണ്ട് വരുമ്പം ഇതുപോലെ നന്നായി ഉരുണ്ട് വരും. അപ്പം റവ നന്നായി വെന്തിരിക്കുകയും ചെയ്യും. അതിലിപ്പം 1.5 ഗ്ലാസ് ജീനി പോട്ടിരിക്കാൻ. ഇപ്പം ഷുഗർ 1.5 ഗ്ലാസ് അല്ലാട്ടന്നെ 1.25 1.25 2 ഗ്ലാസ് വരെയും പോടലാം. അവൾക്ക് എത്ര ഇനിപ്പ് വേണമോ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അപ്പം ഞാൻ ഇപ്പം 1.5 ഗ്ലാസ് ജീനിയാക്കും പോട്ടിരിക്കാൻ. ചീനി പോട്ട് നന്നായി കിളറി വരുമ്പം അത് കൊഞ്ചം കൂടെ ലൂസായിട്ട് വരും. അത് മെൽറ്റായിട്ട് വരുമ്പം എന്നിട്ട് അത് നന്നായി വെന്ത് വറുത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇതിൽ ഒരു ഓറഞ്ച് കളറാക്കി ഇപ്പോൾ ആഡ് പണിയിരിക്കാൻ. യെല്ലോ കളർ വേണമെന്നാൽ യെല്ലോ കളർ പോടலாம். ഇല്ലാട്ടന്നെ കുങ്കുമപ്പൂവ് കൊഞ്ചം ചൂട് തണ്ണിയിൽ ഉമിഴ്ത്തി വെച്ച് അത് പോട്ടാലും നല്ല കളറ് കിടക്കും. ഏത് വേണമെന്നാലും നമുക്ക് ആഡ് പണ്ണലാം. ഇതിലൊരു 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് പണി ഇതുപോലെ പാനിലേന്ത് വിട്ട് വരപ്പെട്ട അന്ത പരുവമാകുമ്പോഴത്തേൻ നമ്മൾ ഇത് ഗ്യാസ് ഓഫ് பண்ணப்படும். ഇതിൽ വറുത്ത് വെച്ചിരിക്കപ്പെട്ട അണ്ടിപ്പരിപ്പിൽ 3/4 ഭാഗം പോട്ടിരിക്കാൻ കൊഞ്ചം ലാസ്റ്റ് ഗാർണിഷുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കാൻ. അണ്ടിപ്പരിപ്പും കൂടെ പോട്ട് നന്നായി ഇത് മിക്സ് പണിയിട്ട് കിളറി എടുത്തിട്ട് നെയ്യ് തടവിന് ഒരു പാത്രത്തിൽ ഇത് പകർന്ന് സെറ്റ് പണ്ണறதுக்கு വെക്കല. താഴെ കൊഞ്ചം അണ്ടിപ്പരിപ്പ് പോട്ടിരിക്കാൻ. இந்த பாத்திரத்துலேருந்து அன்மோல்டு செய்கிறது என்னென்னா நம்ம அன்மோல்டு செய்யுമ്പോൾ அந்த மேல் பாகத்திலே அண்டிப்பருப்பு வரத்துக்காக அப்படி போட்டிருக்கிறது.
ഒരു നെയ്യ് തടവിന് സ്പൂണ് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് പണി ഷേപ്പ് ചെയ്തിട്ട് മേലെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് വെച്ച് അലങ്കരിച്ച് എടുക്കൽ. இந்த കേസരിയിൽ നെയ്യ് ഒരു 3 ടീസ്പൂൺ தான் വിട്ടിരിക്കேன். എന്നാൽ വായിൽ പോടുമ്പോൾ നമുക്കിത് വെണ്ണ പോലെ അലിഞ്ഞു പോകുകയും ചെയ്യും. എല്ലാവരും இந்த രീതിയിൽ തയ്യാർ പണി പാരുங்க. ഇനി അടുത്തത് പുളിയോദര எப்படி பண்ணுறது பார்க்கலாம். പുളിയോദര പണ്ണറத்துக்கு നല്ലെണ്ണയാക്കും എടുത്തിരിക്കാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയിൽ കടുകും കാഞ്ചമുളകയും പോട്ട് നന്നായിട്ട് കടുക് പൊട്ടി വരുമ്പോൾ ആദ്യം കപ്പലണ്ടി പോട്ട്, ഇത് പച്ചക്കപ്പലണ്ടി ആണ് ഉണ്ടാക്കും. ആദ്യം പച്ചക്കപ്പലണ്ടി പൗഡറ് നന്നാ ഒന്ന് റോസ്റ്റ് പണി അതിൽ അത് വെടിച്ച് വരുമ്പം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും പോട്ടിട്ട് അണ്ടിപ്പരിപ്പും പോട്ട് ചുമക്ക വറുത്തെടുക്കൽ. ഇതോടെ മെഷർമെൻ്റൊന്നും ഇല്ലാതെ അവൾക്ക് എണ്ണ ആക്കുമ്പോൾ വിരിപ്പം അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യலாம். ഇതിലൊരു 2-3 തണ്ട് കരിവേപ്പിലയും പോട്ട് കരിവേപ്പിലയുടെ ചത്ത മടങ്ങുന്നത് വരെ ഒന്ന് റോസ്റ്റ് പണ്ണിനൊക്കെ ശേഷം ഒരു കളർക്ക് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കായപ്പൊടിയും പോട്ടിരിക്കാൻ. ഇതിൽ പുളിയോദര പേസ്റ്റ് നമുക്കിതുപോലെ പണി ഫ്രീസറിൽ വെച്ചാൽ 1 വർഷത്തോളം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും പറ്റും. എപ്പോൾ തേവയാക്കുമ്പോൾ അന്ത ടൈമിൽ നമുക്ക് വെളിയിലെടുത്ത് ഇതുപോലെ പുളിയോദര എളുപ്പം പണ്ണവും ചെയ്യலாம். പുളിയോദര പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ പോട്ടിരിക്കാൻ. அந்த എണ്ണയിൽ പോട്ട് அந்த എണ്ണ തെളിഞ്ച് വറുത് വരെ ഒന്ന് ചൂടാക്കി എടുത്തതിനൊക്കെ ശേഷം നമ്മൾ കുക്ക് പണി വെച്ചിരിക്കപ്പെട്ട ചാതം ഒട്ടിപ്പിടിക്കാതെ നല്ല ഉതിരുതിരായി ഇരിക്കപ്പെട്ട ചാതമായിരിക്കണം പുളിയോദരയ്ക്ക് നമ്മൾ ആഡ് പണ്ണേണ്ടത്. അതും കൂടെ പോട്ട് നന്നാക്കി കൊഞ്ചം ഉപ്പ് പുളിയോദര പേസ്റ്റിൽ ഉണ്ട്. എന്താ ചാത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചേർത്ത് കൊഞ്ചം തേവയാണ് ഉപ്പും കൂടെ പോട്ട് നന്നായി കിളറി എടുത്താൽ തന്നെ പുളിയോദര റെഡിയാവും. ഇതുപോലെ നമുക്ക് ரொம்ப சீக்கிரமாக ഒരു 10 മിനിറ്റിൽ പുളിയോദര പേസ്റ്റ് പണി വെച്ചിട്ടുണ്ടെന്ന് அதை വെച്ച് നമുക്കിതുപോലെ പുളിയോദര പണിയെടുക്കൽ. இந்த പുളിയോദര പേസ്റ്റോட ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ பண்ணியிருக்கேன். ഇன்றைக்கി നവരാത്രിയോടെ 2ാമത്തെ നാളോട് നൈവേദ്യം എന്ന് ചൊല്ലരുത് പുളിയോദരയും റവ കേസരിയും കാരാമണി ചുണ്ടൽ.